മക്കളെ നമസ്കാരം. നമ്മൾ അടുത്ത ശരിക്കും പ്രൂവ് ചെയ്യേണ്ടത് പ്രൊപ്പോസിഷൻ 6.3.3 ആണ്. അതായത് ഒരു ഓപ്പറേറ്റർ രണ്ട് ഓപ്പറേറ്റേഴ്സിന് ഇടയിൽ വരുമ്പോൾ, അതായത് എം ഐക്കും സ്മോൾ എം ഐ ആൻഡ് ക്യാപിറ്റൽ എം ഐ എന്ന് പറയുന്നത് രണ്ട് ഓപ്പറേറ്റേഴ്സ്. ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററിൻ്റെ സ്കാലാർ മൾട്ടിപ്പിൾസ് ആണ് രണ്ടും. വിത്ത് സ്മോൾ എം ആൻഡ് ക്യാപിറ്റൽ എം റിയൽ നമ്പേഴ്സാണ്. ഓക്കെ. ആൻഡ് പി ബി എ പോളിനോമിയൽ സാറ്റിസ്ഫൈങ് പി ഓഫ് ടി ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ഫോർ ഓൾ ടി എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഡോൾ എം എം. അതായത് എമ്മിനും എമ്മിനും ഇടയിൽ വരുന്ന ഏതൊരു പോയിൻറ്റിലും ഈ പോളിനോമിയൽ നോൺ നെഗറ്റീവ് ആണ്. പി ഓഫ് ടി, അതായത് അത് എക്സ് ആക്സിസിന് മുകളിലാണ് അതിൻ്റെ ഗ്രാഫ് നിൽക്കുന്നത്, അല്ലെങ്കിൽ എക്സ് ആക്സിൽ ടച്ച് ചെയ്യുന്നതാണ്. ദെൻ പി ഓഫ് എ ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ. ദാറ്റ് മീൻസ് യു ആർ ഗിവൺ an operator lies between two operators mi and capital Mi. Small m and capital M are two real numbers, and there is a polynomial p of x which satisfies p of t greater than or equal to 0 for all t element of closed interval mm. That means the graph of the polynomial function on closed interval minus m, closed interval small m capital M lies above the x axis. Then p of a greater than or equal to 0. That is what we have to prove here. But before proving this, we need to prove two important results. The first result is lemma 6.3.5. Actually, lemma 6.3.5 deals with the existence of positive square root of a non-negative operator. അതായത് നമുക്ക് എ എന്ന ഒരു ഓപ്പറേറ്റർ നോൺ നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് എക്സിസ്റ്റ് ചെയ്യും എന്ന് പറയുന്നത്. പണ്ട് നിങ്ങൾ റിയൽ നമ്പേഴ്സിൽ റൂട്ട് 2ൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു സീക്വൻസിൻ്റെ ലിമിറ്റായിട്ട് നമുക്ക് റൂട്ട് 2നെ എക്സിസ്റ്റ് ചെയ്യിപ്പിക്കുന്ന അതേ പ്രൊസീജിയറിൻ്റെ ഒരു ഓപ്പറേറ്റർ വേർഷനാണ് ഈ ലെമ്മ 6.3.5 എന്ന് പറയുന്നത്. ഓക്കെ, look at that. Let A be a non-negative operator. Then we need to find out a x, an operator x which satisfies x square equal to a. That means here x is a non-negative operator and it satisfies x square equal to a, means actually x is equal to positive square root of a. And the second thing we need to prove this, if our operator a commute with an operator b, then positive square root of a is also commute with b. അതായത് എ ബി എന്ന ഓപ്പറേറ്ററുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ ഓപ്പറേറ്ററുമായിട്ട് പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് എയും കമ്മ്യൂട്ട് ചെയ്യും എന്നുള്ള കാര്യമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലെമ്മ 6.35. ആദ്യം എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യണം, പിന്നെ രണ്ടാമത്തെ കാര്യം പ്രൂവ് ചെയ്യണം. ഓക്കെ. വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി വി അസ്യൂം ദാറ്റ് 0 ലെസ് താൻ ഓർ ഈക്വൽ ടു എ ലെസ് താൻ ഓർ ഈക്വൽ ടു ഐ. അപ്പോൾ നമുക്ക് 0 ലെസ് താൻ ഓർ ഈക്വൽ എ ലെസ് താൻ ഓർ ഈക്വൽ ടു ഐ അല്ലെങ്കിൽ എ നോൺ നെഗറ്റീവ് ആണ്. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എയെ റീപ്ലേസ് ചെയ്ത് എ ബൈ നോമയെ കൊടുത്തു കഴിഞ്ഞാൽ എ ബൈ നോമയുടെ നോമ് എന്തായാലും എ ബൈ നോമേ മസ്റ്റ് ബി ലെസ് താൻ ഓർ ഈക്വൽ ടു ഐ ആയിരിക്കും. കാരണം നോം ഓഫ് ദാറ്റ് വാല്യൂ ലെസ് താൻ ഈക്വൽ ടു നോം 1 ആയതുകൊണ്ട് ദാറ്റ് ഈസ് ലെസ് താൻ ഈക്വൽ ടു ഐ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ അത് റീപ്ലേസ് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറ്. എക്ക് പകരം എ ബൈ നോമെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇവിടെ എ 0 ലെസ് താൻ ഈക്വൽ എ ലെസ് താൻ ഈക്വൽ ഐ തന്നിട്ടുണ്ട്. അതായത് 0നും 1നും ഇടയിലുള്ള നമ്പറിൻ്റെ റൂട്ടാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടു പ്രൂവ് ദർ ഈസ് എ നോൺ നെഗറ്റീവ് ഓപ്പറേറ്റർ വിച്ച് സാറ്റിസ്ഫൈസ് എ ഈക്വൽ ടു എക്സ് സ്ക്വയർ. അത് പ്രൂവ് ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ ചെറിയൊരു ചേഞ്ച് കൊടുക്കാൻ പോകണം. ലെറ്റ് ബി ഈക്വൽ ടു ഐ മൈനസ് എ ആൻഡ് വൈ ഈക്വൽ ടു ഐ മൈനസ് എക്സ്. ബി എന്ന് പറയുന്നത് ഐ മൈനസ് എയും ആൻഡ് വൈ ഈക്വൽ ടു ഐ മൈനസ് എക്സും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു എന്തായി മാറും? ഐ മൈനസ് ബി. അപ്പോൾ ബി എന്നൊരു ഓപ്പറേറ്ററിൻ്റെ കണ്ടീഷൻ എന്താ? ഐ മൈനസ് എ. അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു ഐ മൈനസ് ബി ആയിരിക്കും. അതുപോലെ വൈ ഈക്വൽ ടു ഐ മൈനസ് എക്സ് ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ഐ മൈനസ് വൈ. ഇവിടെ എയുടെ വാല്യൂ 0നും ഐക്കും ഇടയിലായതുകൊണ്ട് ബിയുടെ വാല്യൂ 0നും ഐക്കും ഇടയിൽ. കാരണം 0നും 1നും ഇടയിലുള്ള ഏതൊരു നമ്പറിൻ്റെ 1 മൈനസ് വാല്യൂം ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1 തന്നെയാണ്. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. ദെർഫോർ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് എ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. എയിൻ്റെ വാല്യൂ ശരിക്കും എന്താ? ഐ മൈനസ് ബി. ഐ മൈനസ് ബി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ പറഞ്ഞാൽ ഇവിടെ ഐ മൈനസ് വൈ. അപ്പോൾ ദാറ്റ് മീൻസ് ഐ മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഐ മൈനസ് ബി എന്ന് പറയുന്നതിന് സൊല്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ സൊല്യൂഷനാണ് ആക്ച്വലി അവർ എക്സ്. ദാറ്റ് മീൻസ് പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളതിന് ആദ്യം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഐ മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഐ മൈനസ് 2y പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ 2i ഇൻറ്റു വൈ ആണ്. 2i ഇൻറ്റു വൈ ആണ്. ഐ വൈയും വൈ ഐയുമാണ്. പക്ഷേ ഐ വൈയും വൈ ഐയും കമ്മ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് മൈനസ് 2y എന്ന് എഴുതാൻ പറ്റുന്നത്. പ്രത്യേകം ഓർക്കുക. ഓക്കെ. കമ്മ്യൂട്ടേഷൻ ഇല്ലെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റില്ല. ഐ മൈനസ് വൈ ദ ഹോൾ സ്ക്വയറിൽ അങ്ങനെ എഴുതാൻ പറ്റില്ല. വിച്ച് ഇസ് ഈക്വൽ ടു ഐ മൈനസ് ബി. അപ്പോൾ ക്യാൻസലേഷൻ ഐയും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക വൈ ഈക്വൽ ടു ബി പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അതിന് ഇക്വേഷൻ സ്റ്റാർ നമ്മൾ കൊടുത്തു. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്ത് കിട്ടുന്ന വൈയുടെ വാല്യൂ ആയിരിക്കും
വൈയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് ഐ മൈനസ് വൈ ആയിരിക്കും നമ്മളുടെ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകണം. ഈ ഇക്വേഷൻ സ്റ്റാർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് കണ്ടുപിടിക്കുകയാണ്. ലെറ്റ് വൈ നോട്ട് ഈക്വൽ ടു 0. ഫസ്റ്റ് ഓപ്പറേറ്റർ 0 ഓപ്പറേറ്റർ എന്ന് എടുക്കുന്നു. രണ്ടാമത്തെ ഓപ്പറേറ്റർ y1 എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഞാൻ b/2 എന്നെടുക്കുന്നു. ഓക്കെ, b/2 എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ചത് ശരിക്കും b പ്ലസ് y0² ഡിവൈഡഡ് ബൈ 2 ആണ്. y0 ഓൾറെഡി 0 ആണ്. അപ്പോൾ നമുക്ക് b/2 എന്ന് കിട്ടും. മൂന്നാമത്തെ സെക്കൻഡ്, അതായത് y2 ഈക്വൽ ടു ഞാൻ കൊടുക്കുന്നത് 1/2 ഇൻറ്റു ബി പ്ലസ് y1² എന്നാണ്. അപ്പോഴെന്തായി മാറും? അത് 1/2 ഇൻറ്റു ബി പ്ലസ് y1² ഈക്വൽ ടു, അവിടെ തൊട്ട് y1ൻ്റെ വാല്യൂ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു ബി പ്ലസ് b²/4 എന്ന ഫോമിൽ കിട്ടും. അപ്പോൾ y3 ഇതുപോലെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ നമുക്ക് y1, y2, y3 ജനറലി yn എല്ലാം ഒരു b എന്ന് പറയുന്നതിലുള്ള ഒരു പോളിനോമിയലായി മാറുന്നു. ഓക്കെ, നോട്ട് ദാറ്റ് ഇവിടെ y0 ഓൾറെഡി ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആണ്, ബിയും ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആണ്, അതുപോലെ yn² ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ 1/2 ഇൻറ്റു ബി പ്ലസ് yn² എന്ത് തന്നെയായിരിക്കും? ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ഇനി yn² ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആണ്. അത് കമ്പ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഓപ്പറേറ്ററിന് നോൺ നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എന്ത് തന്നെയായിരിക്കും? ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആയിരിക്കും. ദോർഫോർ y1, y2 എക്സെട്ര എല്ലാ ആരും നോൺ നെഗറ്റീവ് ഓപ്പറേറ്റേഴ്സ് ആണ്. ആൻഡ് ദേ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓർ എക്സ്പ്രസ്ഡ് ആസ് ഓർ റിട്ടേൺ ആസ് എ പോളിനോമിയൽ ഇൻ ബിയിലുള്ള ഒരു പോളിനോമിയൽ ഫോമിലേക്ക് എഴുതാൻ പറ്റും. ഏതൊരു y1, y2, y3 എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ, ഇനി പ്രത്യേകം ഓർക്കുക, എല്ലാവരെയും കോയിഫിഷ്യൻസ് പോസിറ്റീവ്, നോൺ നെഗറ്റീവ് കോയിഫിഷ്യൻസ്, പോസിറ്റീവ് എന്നല്ല നോൺ നെഗറ്റീവ് കോയിഫിഷ്യൻസ് ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n. അപ്പോൾ നമ്മൾ അപ്പോൾ ഒരു സീക്വൻസ് നമുക്ക് കിട്ടി. ഈ സീക്വൻസിന് ചില പ്രോപ്പർട്ടി ഉണ്ടെന്ന് നമ്മൾ ആദ്യം ഒരു സീക്വൻസിനെ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഇത് ഇൻക്രീസിങ് ആണെന്നും ബൗണ്ടഡും ആണെങ്കിൽ മോണോട്ടോൺ കൺവേർജൻസ് തിയറത്തിൻ്റെ ഒരു വേർഷൻ തൊട്ടുമുള്ള തിയറം പഠിച്ചു. അത് പ്രകാരം അതിൻ്റെ ഒരു സ്ട്രോങ് ലിമിറ്റ് ഉണ്ടെന്ന് കിട്ടും. ആ സ്ട്രോങ് ലിമിറ്റ് വാല്യൂ ആയിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മളത് ബൗണ്ടഡ്നെസ് പറയാൻ വേണ്ടി വൈനിൻ്റെ വാല്യൂ നോൺ നെഗറ്റീവും ഐക്കും ഇടയിൽ ലൈ ചെയ്യണമെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അത് 0ക്കും 1നും ഇടയിൽ എന്ന് പറയുന്ന പോലെ 0ക്കും, അതായത് 0ക്കും 1നും ഇടയിലുള്ള നമ്പറിൻ്റെ റൂട്ട് എപ്പോഴും അതിനിടയിൽ തന്നെയായിരിക്കും സ്ഥിതി ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇവിടെ. ഫസ്റ്റ് വി ക്ലെയിം ദാറ്റ് y n ലെസ് ആർ ഈക്വൽ ടു i ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n. അതിന് ആദ്യം y0ൻ്റെ വാല്യൂ 0 ആണ്, എന്തായാലും ലെസ് ആർ ഈക്വൽ ടു i ആണ്. y1 ലെസ് ആർ ഈക്വൽ ടു i ആണ്. അപ്പോൾ ഇനി അസ്യൂം ചെയ്യുന്നു റിസൾട്ട് ഈസ് ട്രൂ ഫോർ n-1 ആണ് ചെയ്യുന്നത് കേട്ടോ, ശരിക്കും n+1 അല്ല. നൗ സപ്പോസ് ദാറ്റ് yn-1 ലെസ് ആർ ഈക്വൽ ടു y. അതായത് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യാൻ പോകണം. അപ്പം yn-1 പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ n-ന് കൂടി നമ്മൾ പ്രൂവ് ചെയ്യണമെന്നേ ഉള്ളൂ. yn-1 ലെസ് ആർ ഈക്വൽ ടു i ആണ്. സിൻസ് 0 ലെസ് ആർ ഈക്വൽ ടു yn-1 ലെസ് ആർ ഈക്വൽ ടു i, വി ഗെറ്റ് നോം വാല്യൂ ഷുഡ് ബി ലെസ് ആൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, നോം yn-1 ലെസ് ആർ ഈക്വൽ ടു 1. ദെർഫോർ ഇന്ന പ്രൊഡക്റ്റ് yn-1 സ്ക്വയർ ഓഫ് x വിത്ത് x ഈക്വൽ ടു, കാരണം ഇത് സിമെട്രിക് ഓപ്പറേറ്റർ കൂടിയാണ് നമുക്കറിയാം. എല്ലാ നോൺ നെഗറ്റീവ് ഓപ്പറേറ്ററും സിമെട്രിക് ആണ്. അപ്പോൾ yn-1 സിമെട്രിക് ആയതുകൊണ്ടാണ് അതിനെ അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു ഇന്ന പ്രൊഡക്റ്റ് yn-1 വിത്ത് x വിത്ത് yn-1 വിത്ത് x. ദാറ്റ്സ് ഈക്വൽ ടു ആക്ച്വലി ദ നോം ഓഫ് yn-1 x². But by the definition of the bounded linear operator, norm ax less than or equal to norm a into norm x. To substitute that value, we get norm of yn-1 x² less than or equal to norm yn-1² into norm x². Okay, but you know when norm yn² is less than or equal to 1, that means that is less than or equal to norm x². Okay, norm x² equal to means actually what? Norm inner product x with x, that is inner product ix with x. Therefore, inner product yn² is less than or equal to i. So we assume what actually we assumed or suppose that yn-1 is less than or equal to i. Here we got its square is also less than or equal to i. അതായത് ഒരു നമ്പർ 1-നേക്കാൾ കുറവാണെങ്കിൽ അതിൻ്റെ സ്ക്വയറും 1-നേക്കാൾ കുറവാണെന്ന് പറയുന്ന കൺസെപ്റ്റ് പോലെ തന്നെയാണ്. ഓക്കെ, therefore yn ഈക്വൽ ടു yn² വാല്യൂ ലെസ് ആർ ഈക്വൽ ടു i ആണ്. yn-1 വാല്യൂ ലെസ് ആർ ഈക്വൽ ടു i ആണ്. therefore yn ഈക്വൽ ടു 1/2 ഇൻറ്റു ബി പ്ലസ് yn-1². ഓക്കെ, that should be less than or equal to ബിയുടെ വാല്യൂ ഷുഡ് ബി ലെസ് ആർ ഈക്വൽ ടു i ആണ് നമുക്കറിയാം. അപ്പോൾ ദാറ്റ് ഈസ് ലെസ് ആർ ഈക്വൽ ടു i പ്ലസ് i എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് i പ്ലസ് i/2 മീൻസ് i. therefore yn ലെസ് ആൻ ഓർ ഈക്വൽ ടു i. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, 0 ലെസ് ആൻ ഓർ ഈക്വൽ ടു yn ലെസ് ആൻ ഓർ ഈക്വൽ ടു i ആണ് മനസ്സിലായി. ഓക്കെ, then by the mathematical induction we can say that yn ലെസ് ആൻ ഓർ ഈക്വൽ ടു i for all n element of a Hen's circle. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് മോണോട്ടോൺ ഇൻക്രീസിങ് ആണെന്ന് പ്രൂവ് ചെയ്യണം. മോണോട്ടോൺ ഇൻക്രീസിങ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ yn+1 മൈനസ് yn ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം y2 മൈനസ് y1ലേക്ക് നോക്കി. y1 മൈനസ് y0 ആണെങ്കിൽ എന്തായാലും ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആണ്. y2 മൈനസ് y1 ഈക്വൽ ടു 1/8 ഇൻറ്റു b². b ഈസ് ഓൾറെഡി ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0. therefore 1/8 ഇൻറ്റു b² ഈസ് ആൾസോ ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് y2 മൈനസ് y1 ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0.
ആൻഡ് ഇറ്റ് ഈസ് എ പോളിനോമിയൽ വിത്ത് നോൺ നെഗറ്റീവ് കോഎഫിഷ്യൻസ്. അപ്പോൾ y2 മൈനസ് y1 ഒരു നോൺ നെഗറ്റീവ് കോഎഫിഷ്യൻസ് വരുന്ന പോളിനോമിയലാണെന്ന് കൂടി നമുക്ക് മനസ്സിലാവും, ക്യാൻസൽ ചെയ്ത് പോകുന്ന സമയത്ത് കിട്ടുന്നത്. ഓക്കെ, നോ അസ്യൂം ദാറ്റ് yn മൈനസ് 1 ഈസ് എ പോളിനോമിയൽ വിത്ത് നോൺ നെഗറ്റീവ് കോഎഫിഷ്യൻസ്. അപ്പോൾ അത് അസ്യൂം ചെയ്യുകയാണ്. yn മൈനസ് 1 ഈസ് എ പോളിനോമിയൽ ഇൻ ബി ആണ് നമുക്കറിയാം, നോൺ നെഗറ്റീവ് കോഎഫിഷ്യൻസ് എന്നറിയാം. ഇനി അത് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 നമുക്ക് പ്രൂവ് ചെയ്യണം. നൗ അത് നമ്മൾ അസ്യൂം ചെയ്തു. റിസൾട്ട് ഈസ് ട്രൂ ഫോർ n-1 നമുക്ക് പ്രൂവ് ചെയ്തു, അല്ലെങ്കിൽ എന്നിന് പ്രൂവ് ചെയ്തു, n+1 പ്രൂവ് ചെയ്താൽ മതി. നൗ yn+1 മൈനസ് yn ഇസ് ഈക്വൽ ടു, ബൈ ദ ഡെഫിനിഷൻ yn+1 വാല്യൂ 1/2 ഇൻറ്റു ബി പ്ലസ് yn സ്ക്വയർ മൈനസ് 1/2 ഇൻറ്റു ബി പ്ലസ് yn മൈനസ് 1 സ്ക്വയർ. അത് yൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്യാൻസലേഷൻ പ്രൊസീജിയറെല്ലാം കഴിയുമ്പോൾ ഹാഫ് ബിയും കട്ട് ചെയ്ത് പോയി. ദാറ്റ് മീൻസ് ഹാഫ് ഓഫ് yn സ്ക്വയർ മൈനസ് yn മൈനസ് 1 സ്ക്വയർ അല്ലേ. പക്ഷേ നമുക്കറിയാം a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൾ ടു a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അത് ഇവിടെ തന്നെ yn പ്ലസ് yn മൈനസ് 1 ഇൻറ്റു yn മൈനസ് 1 എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രൊഡക്റ്റ് ഇതിനെ നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, yn സ്ക്വയർ കിട്ടും, പിന്നെ yn വിത്ത് yn മൈനസ് 1 ടേം കിട്ടും, yn മൈനസ് 1 വിത്ത് yൻ്റെ ടേമും കിട്ടും. പക്ഷേ ഇവിടെ ഇത് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. കാരണം അത് പോളിനോമിയൽ എക്സ്പ്രഷനിൽ നോൺ നെഗറ്റീവ് കോഎഫിഷ്യൻസ് ഉള്ള പോളിനോമിയലാണ് yn മൈനസ് 1. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ റിയൽ നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ അത് അല്ലെങ്കിൽ പോളിനോമിയൽ ഇൻ ബിയിലേക്ക് ആയതുകൊണ്ട് അത് കമ്മ്യൂട്ട് ഈച്ച് അതറായി മാറും. എല്ലായിടത്തും ബി ആണ് വരുന്നത്, അതുകൊണ്ടാണ് ബിയോ അല്ലെങ്കിൽ സ്കാലാർ മൾട്ടിപ്പിൾ മാത്രമായിരിക്കും അതിനകത്ത് വരിക. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അത് കമ്മ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ള വാല്യൂസ് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. നോട്ട് ദാറ്റ് yn പ്ലസ് yn മൈനസ് 1 ഈസ് എ പോളിനോമിയൽ വിത്ത് നോൺ നെഗറ്റീവ് കോഎഫിഷ്യൻസ്. ദോർഫോർ yn പ്ലസ് 1 മൈനസ് yn ഈസ് എ പോളിനോമിയൽ വിത്ത് നോൺ നെഗറ്റീവ് കോഎഫിഷ്യൻസ്. അതായത് ഹോൾ പ്രോഡക്റ്റ് നമുക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്നത് yn പ്ലസ് 1 മൈനസ് yn നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കമ്മ്യൂട്ട് ചെയ്യേണ്ടത് നമുക്ക് ആദ്യം മനസ്സിലായി. കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം, സ്വാഭാവികമായിട്ട് yn പ്ലസ് yn മൈനസ് 1 ഈസ് എ പോളിനോമിയൽ, ഒരു ടേം നോൺ നെഗറ്റീവ് കോഎഫിഷ്യൻസിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ടേം ഇത് തന്നെയായിരിക്കണം, കമ്മ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് അടുത്ത ടേമും നോൺ നെഗറ്റീവ് കോഎഫിഷ്യൻസ് തന്നെയായിരിക്കും. ദോർഫോർ ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇൻ ജനറലി yn പ്ലസ് 1 മൈനസ് yn അല്ലെങ്കിൽ yn മൈനസ് yn-1 ഈസ് എ പോളിനോമിയൽ വിത്ത് നോൺ നെഗറ്റീവ് കോഎഫിഷ്യൻസ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോൺ നെഗറ്റീവ് കോഎഫിഷ്യൻസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ വാല്യൂ ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആയിരിക്കും. ദോർഫോർ yn മൈനസ് yn-1 ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 മീൻസ് വാട്ട്, അത് മൊണോട്ടോൺ ഇൻക്രീസിങ് ആണ്. അപ്പോൾ മൊണോട്ടോൺ ഇൻക്രീസിങ്ങും അതുപോലെ തന്നെ ബൗണ്ടഡും ആണെങ്കിൽ 6.3.2 പ്രകാരം ഇറ്റ് ഹാസ് എ സ്ട്രോങ് ലിമിറ്റ്. ആ സ്ട്രോങ് ലിമിറ്റിന് ഞാൻ y ഇൻഫിനിറ്റി എന്ന് പേര് കൊടുത്തു. പുട്ട് ഇറ്റ് ആസ് yn ടെൻസ് ടു y ഇൻഫിനിറ്റി, ഇറ്റ് ഈസ് എ സ്ട്രോങ് ലിമിറ്റ്. ഓക്കെ, ദാറ്റ് മീൻസ് yn ഓഫ് x ടെൻസ് ടു y ഇൻഫിനിറ്റി ഓഫ് x ഫോർ ഓൾ x എലമെൻറ്റ് ഓഫ് h എന്ന് പറയാം. ഇനി നമുക്ക് നോക്കാം, yn പ്ലസ് 1 ഈക്വൽ ടു 1/2 ഇൻറ്റു ബി പ്ലസ് yn സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് നമ്മൾ √2ൻ്റെ ലിമിറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു റിസൾട്ട് ബാർട്ടിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങളൊന്ന് വെരിഫൈ ചെയ്താൽ മനസ്സിലാവും. ഇതേപോലുള്ള മെത്തഡോളജിയാണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് ആദ്യം നമ്മൾ മോണോട്ടോൺ കൺവേഴ്സ് തിയറി ഉപയോഗിച്ച് ലിമിറ്റ് ഉണ്ടെന്ന് പറയും. ആ ലിമിറ്റ് ആ സീക്വൻസിൻ്റെ n+1 ടേമിൽ അറ്റ് എ ടൈമിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും അപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ y ഇൻഫിനിറ്റി കിട്ടും, റൈറ്റിലും ഇതുപോലെ ഒരു y ഇൻഫിനിറ്റി സ്ക്വയർ എന്നൊരു ടേം കൂടി വരുന്നുണ്ട്. അതിനെ സോൾവ് ചെയ്യുകയാണ് നമ്മൾ. ദോർഫോർ ബൈ സ്റ്റാർ വി ക്യാൻ ടേക്ക് x ഇസ് ഈക്വൽ ടു i മൈനസ് y ഇൻഫിനിറ്റി ആസ് റൂട്ട്. അപ്പോൾ ആ സൊല്യൂഷൻ നമുക്ക് കിട്ടി. ആ സൊല്യൂഷനിലുള്ള x ഇസ് ഈക്വൽ ടു i മൈനസ് y ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നമുക്ക് റൂട്ടായിട്ട്. അപ്പോൾ എക്സിസ്റ്റൻസ് ആണ് ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തത്. അപ്പോൾ x ഈക്വൽ ടു റൂട്ട് a എന്ന് പറയുന്നത് ഇവിടെ i മൈനസ് y ഇൻഫിനിറ്റി ആണ് നമുക്ക് മനസ്സിലായി, അത് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി y ഇൻഫിനിറ്റിയുടെ വാല്യൂ ലെസ് ആർ ഈക്വൽ ടു i ആയിരിക്കും. കാരണം എല്ലാ yനും ലൈ ചെയ്യുന്നത് 0യ്ക്കും iക്കും ഇടയിലാണെങ്കിൽ ലിമിറ്റ് ഈസ് ആൾസോ ലൈസ് ബിറ്റ്വീൻ ദീസ്. ക്യൂസ് തിയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് അതിനിടയിൽ തന്നെയായിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ലിമിറ്റ് അതിനിടയിലുണ്ട്. ദാറ്റ് മീൻസ് y ഇൻഫിനിറ്റി ഈസ് ആൾസോ ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് i ആണ് കിട്ടും. ദാറ്റ് മീൻസ് i മൈനസ് y ഇൻഫിനിറ്റിയും എവിടെ തന്നെയായിരിക്കും, i കടയിൽ തന്നെയാണ്. അപ്പോൾ x ഈസ് എ സ്ട്രോങ് ലിമിറ്റ് ഓഫ് ദി സ്ട്രോങ് ലിമിറ്റാണ്. ഇനി ഈ y ഇൻഫിനിറ്റി ക്രിയേറ്റ് ചെയ്തത് പോളിനോമിയൽ ഇൻ ബി ആണ്. കാരണം yൻസ് എല്ലാം പോളിനോമിയൽ ഇൻ ബി ആണ്, ലിമിറ്റും പോളിനോമിയൽ ഇൻ ബി ആയിരിക്കും. ദാറ്റ് മീൻസ് y ഇൻഫിനിറ്റി പോളിനോമിയൽ ഇൻ ബി ആണെങ്കിൽ x ഈസ് ആൾസോ പോളിനോമിയൽ ഇൻ ബി ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പക്ഷേ ഈ ബി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ എ ഉപയോഗിച്ചാണ്. കാരണം b ഈക്വൽ ടു i മൈനസ് a ആണ്. ദോർഫോർ ആക്ച്വലി x എന്ന് പറയുന്നത് പോളിനോമിയൽ ഇൻ a ആയി മാറുന്നു. പ്രത്യേകം ഓർക്കുക. ഇനി ദോർഫോർ ഫോർ ഓൾ c സച്ച് ദാറ്റ് എ സി ഈക്വൽ ടു CA. അപ്പോൾ എ സി എന്ന ഒരു ഓപ്പറേറ്ററുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, എ സിയുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എയിലുള്ള ഏതൊരു പോളിനോമിയലും ആരുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യും, സിയുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യും. പക്ഷേ എക്സ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, പോളിനോമിയൽ ഇൻ ബി ആണ്. ദോർഫോർ നമുക്ക് എക്സ് ഈസ് ആൾസോ കമ്മ്യൂട്ട് വിത്ത് അവർ സി.
ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. അങ്ങനെ ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നോൺ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് എ എക്സിസ്റ്റ് ചെയ്യുന്നുമുണ്ട്. ആ എക്സിസ്റ്റ് ചെയ്യുന്നത് എ കമ്മ്യൂട്ട് ചെയ്യുന്നവരുമായിട്ടൊക്കെ കമ്മ്യൂട്ട് ചെയ്യുമെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് 6.3.4 ആണ്. ആക്ച്വലി 6.3.5 യൂസ് ചെയ്താണ് 6.3.4 ചെയ്യുന്നത്. ദാറ്റ് മീൻസ് യു ആർ ഗിവൺ 2 നോൺ നെഗറ്റീവ് ഓപ്പറേറ്റേഴ്സ് എ ആൻഡ് ബി ആൻഡ് ദേ കമ്മ്യൂട്ട് ഈച്ച് അതർ, എ ബി ഈക്വൽ ടു ബി എ, ദെൻ എ ബി ഈസ് ആൾസോ നോൺ നെഗറ്റീവ്. അപ്പോൾ രണ്ട് പേരുടെ പ്രോഡക്റ്റ് നോൺ നെഗറ്റീവ് ആണെങ്കിൽ കമ്മ്യൂട്ട് ചെയ്യേണ്ടതെന്ന് പറയണം. അതായത് നമുക്ക് സിമെട്രിക് ഓപ്പറേറ്ററിലും ഇങ്ങനെയാണ്, പ്രോഡക്റ്റ് കമ്മ്യൂട്ട് ചെയ്യണമെങ്കിൽ പ്രോഡക്റ്റ് കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് പ്രോഡക്റ്റ് സിമെട്രിക് ആവുള്ളൂ എന്ന് പറയുന്നത്. അതേ കൺസെപ്റ്റാണ് നോൺ നെഗറ്റീവിനുണ്ട്. നോൺ നെഗറ്റീവ് എന്ന് പറയുന്നത് സിമെട്രിക് എന്ന് പറയുന്നത് ഹോൾ റിയൽ ലൈൻ പോലെയാണെങ്കിൽ നോൺ നെഗറ്റീവ് എന്ന് പറയുന്നത് 0 to infinity പോലെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഏകദേശം അതേ പ്രോപ്പർട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം സപ്പോസ് ചെയ്തു എ ആൻഡ് ബി ആർ ഗ്രേറ്റർ ഈക്വൽ ടു 0 വിത്ത് ദേ കമ്മ്യൂട്ട് ഈച്ച് അതർ, എ ബി ഈക്വൽ ടു ബി എ. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എ ബി നോൺ നെഗറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടി നമുക്ക് എ ബി ഓഫ് എക്സ് വിത്ത് എക്സ് ഈസ് ഗ്രേറ്റർ ഈക്വൽ ടു 0 എന്ന് കിട്ടിയാൽ മതി. നൗ കൺസിഡർ എ ബി ഓഫ് എക്സ് വിത്ത് എക്സ്. എ ബി ഓഫ് എക്സ് വിത്ത് എക്സിന് എ ഓൾറെഡി എന്താ നമുക്കറിയാം, നോൺ നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് പോസിറ്റീവ് സ്ക്വയർ റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ എ ഈക്വൽ ടു ആക്ച്വലി റൂട്ട് എയുടെ സ്ക്വയർ ആയിട്ട് എഴുതാം. റൂട്ട് എയുടെ സ്ക്വയർ പറഞ്ഞാൽ റൂട്ട് എ ഇൻറ്റു റൂട്ട് എന്ന് എഴുതാം. അപ്പോൾ എ ഈക്വൽ ടു റൂട്ട് എ ഇൻറ്റു റൂട്ട് എന്ന് എഴുതി ഇൻറ്റു ബി ഓഫ് എക്സ്. പക്ഷേ റൂട്ട് എ ഓൾറെഡി നോൺ നെഗറ്റീവ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. നോൺ നെഗറ്റീവ് ആകുമ്പോൾ ആക്ച്വലി സിമെട്രിക് കൂടിയായിരിക്കും. ഫോർ റൂട്ട് എ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് എടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു ഇന്നപ്രൊഡക്റ്റ് റൂട്ട് എ ഇൻറ്റു ബി എക്സ് വിത്ത് റൂട്ട് എ. അപ്പോൾ റൂട്ട് എ ഇവിടെ സിമെട്രിക് നോൺ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് സിമെട്രിക് കൂടിയാണ്, പ്രത്യേകം ഓർക്കാം. ഓക്കെ, അപ്പോൾ ബ്രാക്കറ്റിൽ അവിടെ റീസൺ ആയിട്ട് എഴുതണം റൂട്ട് എ ഈസ് സിമെട്രിക് ആൻഡ് നോൺ നെഗറ്റീവ്. ഫോർ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ചേഞ്ച് ചെയ്യാം ഇന്ന പ്രൊഡക്റ്റിൽ. ദാറ്റ്സ് ഈക്വൽ ടു ഇനി റൂട്ട് എ വിത്ത് ബിയും ബി വിത്ത് റൂട്ട് എയും സെയിം ആണെന്ന് തൊട്ട് താഴത്തെ ഉള്ള ലെമ്മിൽ നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ അതായത് എ കമ്മ്യൂട്ട് ചെയ്യുന്നിടത്തൊക്കെ ആരും കമ്മ്യൂട്ട് ചെയ്യും, റൂട്ട് എയും കമ്മ്യൂട്ട് ചെയ്യും. ദാറ്റ് ഫോർ റൂട്ട് എ ഇൻറ്റു ബി എന്നുള്ളതിന് നമുക്ക് എന്തായിട്ട് എഴുതാം, ബി ഇൻറ്റു റൂട്ട് എ എക്സ് വിത്ത് റൂട്ട് എക്സ് എന്ന് എഴുതാം. പക്ഷേ ബി നോൺ നെഗറ്റീവ് ആണ്. റൂട്ട് എ എക്സിന് നമ്മൾ വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബി വൈ വിത്ത് വൈ ആയി മാറി. ദാറ്റ് മീൻസ് ഇന്ന പ്രൊഡക്റ്റ് ബി വൈ വിത്ത് വൈ, ബി ഈസ് നോൺ നെഗറ്റീവ്. ദോ ഫോർ ദാറ്റ് വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ഈക്വൽ ടു 0. ദോ ഫോർ നമുക്ക് പറയാൻ പറ്റും എ ബി ഈസ് നോൺ നെഗറ്റീവ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത തിയറം പ്രൂവ് ചെയ്തിരിക്കുന്നത്. അത് 6.3.3 എന്ന് പറയുന്ന നമ്മൾ തിയറം പ്രൂവ് ചെയ്യുന്നത് ഈ പറയുന്ന 6.3.4ഉം 6.3.5 യൂസ് ചെയ്യണം. ആക്ച്വലി 6.3.4 യൂസ് ചെയ്തിട്ടാണ് നമ്മൾ 6.3.3 ചെയ്യുന്നത്. 6.3.4 പ്രൂവ് ചെയ്തത് 6.3.5 യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സപ്പോസ് ചെയ്തു എ ഒരു ഓപ്പറേറ്ററാണ്. ഇറ്റ് ഇസ് ലൈസ് ബിറ്റ്വീൻ എം ഐ ആൻഡ് എം ഐ, വെർ എം ആൻഡ് എം ആർ 2 റിയൽ നമ്പേഴ്സ്. Okay, and P be a polynomial satisfies P of t is non-negative, or the graph of that polynomial is above the x-axis on closed interval mm. Then we need to prove that P of a is non-negative. P of a non-negative ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ രണ്ട് കേസായിട്ട് എടുക്കുന്നത് എം ലെസ് ദാൻ എം ആണ് ഇവിടെ ചൂസ് ചെയ്യുന്നുള്ളൂ. എം ഈക്വൾ ടു എം ആണെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ആൻസർ കിട്ടും. കാരണം ഇഫ് എം ഈക്വൾ ടു എം ആണെങ്കിൽ ദെൻ എ ഈക്വൾ ടു എം ഐ ആയി മാറി. അപ്പോൾ ടി എന്ന വാല്യൂ ഒരു പോയിൻറ്റ് മാത്രമേ ഉള്ളൂ. പി ഓഫ് ടി ഗ്രേറ്റർ 0 ആണ്, ഒറ്റ പോയിൻറ്റിലാണ്. ദാറ്റ് പി ഓഫ് ടി ഈക്വൽ ടു എ നോട്ട് പ്ലസ് എ വൺ ടി പ്ലസ് എ ടു ടി സ്ക്വയർ പ്ലസ് എക്സെട്ര എൻ ടി റേസ് ടു എൻ ഈസ് എ പോളിനോമിയൽ വിത്ത് പി ഓഫ് ടി എന്ന് പറയുന്നത് എം പി ഓഫ് എം ആണ്, ഒരു പോയിൻറ്റേ ഉള്ളൂ. പി ഓഫ് എം ഈസ് ഗ്രേറ്റർ ഈക്വൽ ടു 0 നമുക്ക് അസംഷനിലുണ്ട്. ഓക്കെ, പി ഓഫ് എം ഗ്രേറ്റർ ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡെഫിനിഷൻ എ ഈക്വൽ ടു എം ഐ ആണ്. ദാറ്റ് മീൻസ് എം ഐ ഈക്വൽ ടു എന്താണ്, എം ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എ നോട്ട് ഇൻറ്റു ഐ പ്ലസ് എ വൺ ഇൻറ്റു, കാരണം ആദ്യം പോളിനോമിയലിനെ നമ്മൾ ഓപ്പറേറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പി ഓഫ് എം ഐ ഈക്വൽ ടു എ നോട്ട് ഇൻറ്റു ഐ പ്ലസ് എ വൺ എം ഇൻറ്റു ഐ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ ഇൻറ്റു എം ഐ ഹോൾ റൈസ് ടു എൻ. പക്ഷേ അതെല്ലാം നോൺ നെഗറ്റീവ് ഓപ്പറേറ്റേഴ്സാണ്. എം ഐയും എം ഐ ഹോൾ സ്ക്വയറും എല്ലാം നോൺ നെഗറ്റീവാണ്. അതിന് നമുക്ക് റൂളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എ നോട്ട് ഐ പ്ലസ് എ വൺ എം ഐ പ്ലസ് എ ടു എം സ്ക്വയർ ഐ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ എം റൈസ് ടു എൻ ഐ. കാരണം ഐ റൈസ് ടു എൻ എന്ത് തന്നെയായിരിക്കും, ഐ തന്നെയായിരിക്കും. അത് കമ്മ്യൂട്ട് ചെയ്യുന്ന കൂടി ഉണ്ടെന്ന് പ്രത്യേകം ഓർക്കാം. സ്കാലാസിനെ എല്ലാം നമുക്ക് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എ നോട്ട് പ്ലസ് എ വൺ എം പ്ലസ് എ ടു എം സ്ക്വയർ പ്ലസ് എക്സെട്ര എ എൻ എം റൈസ് ടു എൻ ഇൻറ്റു ഐ എന്നായിട്ട് എഴുതാം. ദാറ്റ് മീൻസ് വിച്ച് ഈസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. അപ്പോൾ പി ഓഫ് എം ഇൻറ്റു ഐ ആയി മാറി. അപ്പോൾ പി ഓഫ് എ ഈക്വൽ ടു പി ഓഫ് എം ഐ, ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എം ഇൻറ്റു ഐ എന്നോ. അപ്പോൾ പി ഓഫ് എം ഒരു സ്കാലാറും ഐ എന്ന് പറയുന്ന ഓപ്പറേറ്ററുമാണ്. പി ഓഫ് എം നോൺ നെഗറ്റീവ് ആണ്. അപ്പോൾ ഐ നോൺ നെഗറ്റീവ്, പി ഓഫ് എം നോൺ നെഗറ്റീവ് നമ്പറും ഐ എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ഓപ്പറേറ്ററുമാണ്. അപ്പോൾ നമ്പർ ഇൻറ്റു ഐയും എന്ത് തന്നെയായിരിക്കും, ഒരു നോൺ നെഗറ്റീവ് ഓപ്പറേറ്റർ ആയിരിക്കും. ദാറ്റ് മീൻസ് പി ഓഫ് എ ഈസ് നോൺ നെഗറ്റീവ്. അപ്പോൾ എം ഈക്വൽ ടു എമ്മിൽ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി അടുത്ത കേസ് നമ്മൾ പ്രൂവ് ചെയ്യണം എം ലെസ് ദാൻ എം എന്നുള്ള കേസ് കൺസിഡർ ചെയ്യണം. ആൻഡ് സപ്പോസ് പി ഓഫ് ടി ഗ്രേറ്റർ ഈക്വൽ ടു 0 ഫോർ ഓൾ ടി എലമെൻറ്റ് ഓഫ് ക്ലോസ് ഇൻ്റർവൽ എം എം എന്ന് പറയും. ഓക്കെ,
ഇനി നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യം ഇവിടെ പി ഓഫ് ടി ഹാസ് റിയൽ കോഫിഷ്യൻസ് ആൻഡ് ഇറ്റ് മേ ബി റിട്ടേൺ ഇൻ ദ ഫോം. അപ്പോൾ ഒരു പോളിനോമിയൽ നമുക്ക് തന്നിരിക്കുകയാണ്. ആ ഒരു പോളിനോമിയലിൻ്റെ റൂട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ ഒരു പോളിനോമിയലിന് ഇപ്പോൾ എന്തായാലും n ഡിഗ്രി പോളിനോമിയലാണെന്ന് വിചാരിക്കുക. n ഡിഗ്രി ആകുമ്പോൾ n റൂട്ട്സ് ഉണ്ടാവും. റൂട്ട്സിൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് റിയൽ റൂട്ട് സിംഗിളായിട്ട് എക്സിസ്റ്റ് ചെയ്യും, പക്ഷേ കോംപ്ലക്സ് റൂട്ട് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുക കോൺജുഗേറ്റ് പെയേഴ്സ് ആയിട്ടായിരിക്കും, പ്രത്യേകം ഓർക്കുക. ഓക്കെ, ഇനി ഈ പോളിനോമിയലിൻ്റെ റൂട്ട് റിയൽ റൂട്ടുകളാണെങ്കിൽ എവിടെയൊക്കെ വരാം? ക്ലോസ് ഇൻ്റർവൽ mmനുള്ളിൽ വരാം, അതിൻ്റെ ലെഫ്റ്റിൽ വരാം, അതിൻ്റെ റൈറ്റിൽ വരാം. അത് ഹോൾ റിയൽ ലൈനിൽ വരുന്നതിന് 3 കട്ട് ചെയ്തു. ക്ലോസ് ഇൻ്റർവൽ mmനുള്ളിലും അതിൻ്റെ ലെഫ്റ്റിലും, അതായത് സ്മോൾ എമ്മിൻ്റെ ലെഫ്റ്റിൽ, ക്യാപിറ്റൽ എമ്മിൻ്റെ റൈറ്റിൽ, സ്മോൾ എമ്മിനും ക്യാപിറ്റൽ എമ്മിനും മിഡിലായിട്ട് വരുന്ന ഒരു ഏരിയയും കൂടി ഉണ്ടാവും. ഓക്കെ, ഇനി അവിടെ പി ഓഫ് ടി ഞാൻ എഴുതിയിരിക്കുന്നു നോക്കുക. പി ഓഫ് ടി ഈക്വൾ ടു എ കോൺസ്റ്റൻറ്റ് സി ഇൻറ്റു പ്രൊഡക്റ്റ് ആൽഫ ഐ ലെസ് ദാൻ ഓർ ഈക്വൾ ടു സ്മോൾ എം ആണ് അവിടെ, അതൊരു എററാണ്. സ്മോൾ എം ഇൻറ്റു ടി മൈനസ് ആൽഫ ഐ ഇൻറ്റു പ്രൊഡക്റ്റ് ബീറ്റ ഐ ഗ്രേറ്റർ ആർ ഈക്വൾ ടു എം വിത്ത് ബീറ്റ ഐ മൈനസ് ടി ഇൻറ്റു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിനുള്ളിൽ ശ്രദ്ധിക്കുക, ടി മൈനസ് ഗാമ ഐ ഹോൾ സ്ക്വയർ പ്ലസ് ഡെൽറ്റ സ്ക്വയർ, വേർ ആൽഫ ഐ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത സ്മോൾ എമ്മിൻ്റെ ലെഫ്റ്റ്, ബീറ്റയുടെ പ്രത്യേകത ക്യാപിറ്റൽ എമ്മിൻ്റെ റൈറ്റ്, ഗാമ ഐ ആൻഡ് ഡെൽറ്റ ഐ ആർ റിയൽ നമ്പേഴ്സ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇതിനകത്ത് ആൽഫ ഐസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ 0 കിട്ടും. അതായത് പി ഓഫ് ആൽഫ ഐസ് കൊടുത്താലും 0 കിട്ടും, പി ഓഫ് ബീറ്റ ഐസ് കൊടുത്താലും നമുക്ക് 0 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ആൽഫ ഐസ് എന്ന് പറയുന്ന സീറോസ് സ്മോൾ എമ്മിൻ്റെ ലെഫ്റ്റിലുള്ള സീറോസ് വെച്ചുകൊണ്ടാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. സെക്കൻഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ക്യാപിറ്റൽ എമ്മിൻ്റെ റൈറ്റിലുള്ള റൂട്ട്സ് വെച്ചുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ അതൊക്കെ റിയൽ റൂട്ടുകൾ വേണമെങ്കിൽ പെയേഴ്സായിട്ടോ എത്ര വേണമായിട്ട് വരാം, നമുക്ക് അറിഞ്ഞുകൂടാ. റൈറ്റിൽ എത്ര എണ്ണം വേണ്ട, അതായത് ഒരേ നമ്പർ കുറേ പ്രാവശ്യം 0 ആയിട്ട് വന്നേക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രോഡക്റ്റിനാണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കേണ്ടത്. മൂന്നാമത്തെ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷനാണ്. കാരണം അതിനകത്ത് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോമിലായിരിക്കും അത് കിടക്കുന്നത്, അല്ലേ? ടിയിലുള്ളൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോമിലാണ് അത് കിടക്കുന്നത്. ആ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ടേക്ക് കെയർ ഓഫ് ഓൾ ദ റിയൽ റൂട്ട്സ് ഇൻസൈഡ് സ്മോൾ എം ആൻഡ് ക്യാപിറ്റൽ എം. അപ്പോൾ സ്മോൾ എമ്മിനും ക്യാപിറ്റലിനും ഇടയിലുള്ള കാര്യം പറയാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിനുള്ളിലേക്കായിരിക്കും പോവുക. വിച്ച് ആർ ഈവൻ മൾട്ടിപ്ലിസിറ്റി ആൻഡ് ഓൾ അതർ കോംപ്ലക്സ് റൂട്ട്സ്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് പ്രത്യേകം ഓർക്കുക. എങ്ങനെയാണ് സ്മോൾ എമ്മിനും ക്യാപിറ്റൽ എമ്മിനുള്ള ഈവൻ മൾട്ടിപ്ലിസിറ്റി പറഞ്ഞാൽ ഒരു റൂട്ട് 2 പ്രാവശ്യം വരുന്നവരെയാണ് അങ്ങനെ എഴുതിയെന്ന് പറഞ്ഞു ക്വാഡ്രാറ്റിക് ഫോമിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് നോക്കാം. അതിന് ഒരു പ്രൂഫ് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുക്കുന്നത്. ലെറ്റ് പി എഫ് ഓഫ് ടി എ പോളിനോമിയൽ ക്ലോസ് ഇൻ്റർവൽ എ ബി വിത്ത് എഫ് ഓഫ് ടി ഗ്രേറ്റർ ഈക്വൽ 0. അത് ഒരു ഇൻ്റർവെല്ലിനുള്ളിൽ പോളിനോമിയലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എബോവ് ദി എക്സ് ആക്സിസോ അല്ലെങ്കിൽ എക്സ് ആക്സിൽ ടച്ച് ചെയ്യേണ്ടെന്ന് വിചാരിക്കുക. അതായത് ക്രോസ് ചെയ്യപ്പെടുന്നില്ല, താഴത്തേക്ക് പോകുന്നില്ല. ഫോർ ഓൾ ടി എലമെൻറ്റ് ഓഫ് ക്ലോസ് ഇൻ്റർവൽ എ ബി ലെറ്റ് സി ബി എ 0 ഓഫ് എഫ് ദെൻ സി ഈസ് ഓഫ് ഈവൺ മൾട്ടിപ്ലിസിറ്റി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ താഴത്തേക്ക് പോകുന്നില്ലെങ്കിൽ, ഗ്രാഫ് താഴത്തേക്ക് പോകുന്നില്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി ഈവൺ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നു ഈവൺ അല്ല, സിയുടെ മൾട്ടിപ്ലിസിറ്റി ഓഡാണെന്ന് അസ്യൂം ചെയ്തു. അസ്യൂം ദാറ്റ് ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് സി ഓഫ് ദ പോളിനോമിയൽ എഫ് ഓഫ് ടി ഈസ് ഓഡ്. ദാറ്റ് മീൻസ് 2n+1 ആണ് അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി എങ്കിൽ അതിനർത്ഥം ടി മൈനസ് സി ഹോൾ റേഷ്യോ 2n+1 അതിൻ്റെ ഫാക്ടർ ആയിരിക്കും. ദാറ്റ് മീൻസ് എഫ് ഓഫ് ടി ക്യാൻ ബി റിട്ടേൺ ആസ് ദാറ്റ് ടേം ഇൻറ്റു അനദർ പോളിനോം ജി ഓഫ് ടി. ജി ഓഫ് ടിയുടെ ഡിഗ്രി മസ്റ്റ് ബി ലെസ് ദാൻ ദ ഡിഗ്രി ഓഫ് എഫ് ഓഫ് ടി ആയിരിക്കും. ഓക്കെ, ഇനി ജി ഓഫ് സി നോട്ട് ഈക്വൽ 0 ആയിരിക്കും. കാരണം സി ഒരിക്കലും ആരെ 0 ആയിരിക്കില്ല. ജി ഓഫ് ടിയുടെ 0 ആയി കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്ലിസിറ്റി ചേഞ്ച് ചെയ്യും, അതുകൊണ്ടാണ്. വേർ ജി ഓഫ് സി നോട്ട് ഈക്വൽ 0. ഇനി ടിക്ക് സിയെ ബേസ് ചെയ്തിട്ട് നമുക്ക് സി എന്തായാലും ക്ലോസ് ഇൻ്റർവൽ എ ബിയിലുള്ള ഒരു പോയിൻ്റാണ്. ഓക്കെ, അതിൽ ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ ടി എന്ന നമ്പറിന് പോസിബിലിറ്റി സിയുടെ ലെഫ്റ്റിൽ വരാം, സിയുടെ റൈറ്റിൽ വരാം. ഇഫ് ടി ലെസ് ദാൻ സി ആണെങ്കിൽ ടി മൈനസ് സി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പം നെഗറ്റീവ് നമ്പർ റൈസ് ടു 2n+1 എന്ന് പറയുന്നത് എഗെയിൻ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് ടി ഓൾറെഡി ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ ഗ്രേറ്റർ ഈക്വൽ 0 ആണ്. ടി മൈനസ് സി റൈസ് ടു 2n+1 നെഗറ്റീവ് ആണ്. അപ്പോൾ ഒരു നെഗറ്റീവ് നമ്പർ ഇൻറ്റു സംതിങ് ഈക്വൽ ടു പോസിറ്റീവ് കിട്ടണമെങ്കിൽ ആ സംതിങ് മസ്റ്റ് ബി എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ജി ഓഫ് ടി മസ്റ്റ് ബി നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ്, അപ്പോൾ അവിടെ ദെർഫോർ ടി മൈനസ് സി റൈസ് ടു 2n+1 ലെസ് ആർ ഈക്വൽ 0. ദെർഫോർ അല്ല, ആക്ച്വലി അത് സിൻസ് എന്നാണ് കണ്ടീഷൻ. If t less than c, then t minus c raised to 2n+1 less than or equal to 0. And since f of t greater than or equal to 0 implies, അതായത് f of t greater than or equal to 0യുമാണ് t മൈനസ് ഫസ്റ്റ് ടേം t minus c raised to 2n+1 less than or equal to 0യുമാണ്. Therefore the second term is also negative എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ therefore അല്ല, അവിടെ since എന്നാണ് കണ്ടീഷൻ കൊടുക്കുന്നത്.
ഇതേ കാര്യം തന്നെയാണ് ടി ഗ്രേറ്റർ ദാൻ സി ആകുമ്പോൾ ടി മൈനസ് സി പോസിറ്റീവ് ആയിരിക്കും. എ പോസിറ്റീവ് റേസ് ടു 2n+1 അഗെയിൻ പോസിറ്റീവ് ആയിരിക്കും. എഫ് ഓഫ് ടി ഓൾറെഡി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. ഫസ്റ്റ് പ്രോഡക്റ്റിലെ ഫസ്റ്റ് ടേം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. സെക്കൻഡ് ടേം ഈസ് ആൾസോ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അവിടെയും ദെർഫോർ എന്നല്ല കണ്ടീഷൻ, സിൻസ് എന്നാണ് ഇതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതുന്നത്. സിൻസ് ടി മൈനസ് സി റേസ് ടു 2n+1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഓക്കെ, ദെർഫോർ നമുക്ക് എന്ത് കിട്ടി? അപ്പോൾ ജി ഓഫ് ടിയുടെ വാല്യൂ സിയുടെ ലെഫ്റ്റിൽ നെഗറ്റീവും റൈറ്റിൽ പോസിറ്റീവും. ലെഫ്റ്റിൽ നെഗറ്റീവും റൈറ്റിൽ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം സ്വാഭാവികമായിട്ട് അവിടെ ചേഞ്ച് സംഭവിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ജി ഓഫ് സി മസ്റ്റ് ബി എന്തായിരിക്കും? ഒരു സീറോയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലെഫ്റ്റ് നെഗറ്റീവ് റൈറ്റ് പോസിറ്റീവ് ആകുന്നത്. ഓക്കെ, അപ്പോൾ തമ്മിൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അല്ലേ? ക്രോസ് ചെയ്യുമ്പോൾ അവിടെ 0 വരുന്നു. അപ്പോൾ എവിടെ ക്രോസിങ് നടത്തുന്നത്? സിയിലാണ്. അപ്പോൾ ജി ഓഫ് സി ഈക്വൽ ടു 0. പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞു ജി ഓഫ് സി നോട്ട് ഈക്വൽ ടു 0 ആണ്, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. അപ്പോൾ ഓഡ് മൾട്ടിപ്ലിസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രഡിക്ഷൻ കിട്ടും. അപ്പോൾ ക്ലോസ് ഇൻ്റർവൽ ഓപ്പൺ ഇൻ്റർവൽ ഉള്ളിലുള്ള റൂട്ട്സ് ഈവൺ മൾട്ടിപ്ലിസിറ്റിയുള്ള റൂട്ട്സും അതുപോലെ കോംപ്ലക്സ് റൂട്ട്സും പെയേഴ്സ് ആയിട്ടാണ് വരിക. അതുകൊണ്ടാണ് ഈവൺ ഡിഗ്രിയിലുള്ള കേസായിട്ട് അവിടെ കൺസിഡർ ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അത് ഓർക്കുക. ഇനി നമുക്ക് ആൽഫ ഐസ് സ്മോൾ എമ്മിനേക്കാൾ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ ഐ ഇൻറ്റു ക്യാപിറ്റൽ ഐ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എം ഐ ആയിരിക്കും. അതിൻ്റെ എഴുതുന്ന റീസൺ എന്താ വെച്ചാൽ സിൻസ് ആൽഫ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എം ആയതുകൊണ്ട് ആൽഫ ഐ ഇൻറ്റു ക്യാപിറ്റൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എം ഇൻറ്റു ഐ. പക്ഷേ സ്മോൾ എം ഐ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണ് കണ്ടീഷനിൽ തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബീറ്റ ഐ ഇൻറ്റു ക്യാപിറ്റൽ ഐ എന്നാണ് അവിടെ എഴുതേണ്ടത്. അതൊരാളാണ് ബീറ്റ ഐ ഇൻറ്റു ക്യാപിറ്റൽ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു ഐ. കാരണം ബീറ്റ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ആയതുകൊണ്ട് ബീറ്റ ഐ ഇൻറ്റു ഓപ്പറേറ്റർ ക്യാപിറ്റൽ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ഓപ്പറേറ്റർ ക്യാപിറ്റൽ ഐ. പക്ഷേ ക്യാപിറ്റൽ എം ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആണെന്നറിയാം. അപ്പോൾ അതിനർത്ഥം നമുക്കിവിടെ കിട്ടിയത് എ മൈനസ് ആൽഫ ഐ ഇൻറ്റു ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതുപോലെ തന്നെ ബീറ്റ ഐ ഇൻറ്റു ക്യാപിറ്റൽ ഐ മൈനസ് എയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ രണ്ടുപേരും 0 ആണ്. അതുപോലെ തന്നെ എ മൈനസ് ഗാമ ഐ ഇൻറ്റു ഐ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡെൽറ്റ ഐ സ്ക്വയർ ഇൻറ്റു ഐ എന്ന് പറയുന്നതും നോൺ നെഗറ്റീവ് ആണ്. കാരണം സ്ക്വയർ ചെയ്തിരിക്കുക അവിടെ. എ മൈനസ് ഗാമ ഐ ഇൻറ്റു ഐ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് അത് സ്ക്വയറിംഗ് ആണ്. നോൺ നെഗറ്റീവ് ഓപ്പറേറ്റേഴ്സിൻ്റെ ഈവൺ പവറാണ്. ഈവൺ പവർ എന്ത് തന്നെയായിരിക്കും? നോൺ നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ ഡെൽറ്റ ഐ സ്ക്വയർ ഇൻറ്റു ഐയും എന്ത് തന്നെയാണ്? നോൺ നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ടേമുകളാണ് ഉള്ളത്. ആ 3 ടേമുകളിലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു കാരണം കൂടി കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എ മൈനസ് ഗാമ ഐ ദ ഹോൾ സ്ക്വയർ നോൺ നെഗറ്റീവ് ആയതാണ്? ഡെൽറ്റ സ്ക്വയർ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ നോൺ നെഗറ്റീവ് ആണ്. അതിൽ ഫസ്റ്റ് ടേം ആയിട്ടുള്ള എ മൈനസ് ഗാമ ഐ ഇൻറ്റു ഐ ദ ഹോൾ സ്ക്വയർ നോൺ നെഗറ്റീവ് ആവാനുള്ള കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് വിത്ത് എക്സ് ഇന്ന പ്രൊഡക്റ്റിൽ നിന്ന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കിട്ടണം. പക്ഷേ അത് സെൽഫ് അഡ്ജോയിൻ്റ് ആയതുകൊണ്ട് മാറ്റാൻ പറ്റും. അപ്പോൾ നോം വാല്യൂ കിട്ടും. നോം വാല്യൂ ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഇനി ആൾസോ നോട്ട് ദാറ്റ് എ മൈനസ് ഗാമ ഐ ഇൻറ്റു ഗാമ ഐ അല്ല, ആക്ച്വലി അത് ആൽഫ ഐ ഇൻറ്റു ഐ ആൻഡ് ബീറ്റ ഐ മൈനസ് എ ആൻഡ് എ ഗാമ ഐ ദ ഹോൾ സ്ക്വയർ ഡെൽറ്റ ഐ സ്ക്വയർ ആർ പെയർ വൈസ് കമ്മ്യൂട്ടേറ്റീവ്. ആ സെൻറ്റൻസ് പോയിൻ്റ് വൈസ് അല്ല, പെയർ വൈസ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ പെയർ വൈസ് കമ്മ്യൂട്ടേറ്റീവ് ആണ് 3 ടേമുകൾ. പെയർ വൈസ് കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതും എന്ത് തന്നെയാണെന്ന് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നമ്മളുടെ ലെമ്മ 6.3.4 പറയുന്നത്. എയും ബിയും നോൺ നെഗറ്റീവ് ആണ്. ദ പ്രൊഡക്റ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്, ദെൻ പ്രൊഡക്റ്റ് ഈസ് ആൾസോ നോൺ നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ഇത് 3ഉം പെയർ വൈസ് കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ പ്രൊഡക്റ്റ്, അതായത് പ്രൊഡക്റ്റ് എന്നുള്ള ഈ പി ഓഫ് ഉള്ള വാല്യുള്ള ഓരോ ഇതും, അത് പി ഓഫ് എയുടെ കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത്. പി ഓഫ് എ കൂടി ശരിക്കും കിട്ടുക സി ഇൻറ്റു പ്രൊഡക്റ്റ് ടിക്ക് പകരം എ മൈനസ് ആൽഫ ഐ ഇൻറ്റു ഐ എന്നായി മാറും. അടുത്തത് ബീറ്റ ഐ മൈനസ് എ ക്യാപിറ്റൽ ഐ മാറും. അടുത്തത് പ്രൊഡക്റ്റ് എ മൈനസ് ഗാമ ഐ ഇൻറ്റു ഐ പ്ലസ് ഡെൽറ്റ ഐ സ്ക്വയർ ഇൻറ്റു ഐ എന്നായി മാറും. അവിടെ ഡെൽറ്റ ഐ ഉണ്ട്, ഒരു ഡെൽറ്റ ഐ എഴുതിയിട്ടില്ല. ഈ സ്റ്റാർ ഇക്വേഷനിൽ ഡെൽറ്റ ഐ കൂടി എഴുതാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പി ഓഫ് എയുടെ വാല്യൂ ഇപ്പോൾ എന്തായി മാറി? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയി. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഓക്കെ മക്കളെ, നമുക്ക് നെക്സ്റ്റ് കൊറോളറി 6.3.6 നോക്കാം. അതായത് എ നോൺ നെഗറ്റീവ് ആണ്, കൂടാതെ ഇന്നപ്രൊഡക്റ്റ് എ എക്സ് വിത്ത് എക്സിൻ്റെ വാല്യൂ 0യുമാണ്. എ നോൺ നെഗറ്റീവ് ആൻഡ് ഇന്നപ്രൊഡക്റ്റ് എ എക്സ് വിത്ത് എക്സ് ഇസ് ഈക്വൽ ടു 0, ദെൻ വി നീഡ് ടു പ്രൂവ് എ എക്സ് ഇസ് ഈക്വൽ ടു 0. ഞാൻ ആദ്യം ഇപ്പോൾ തന്നിരിക്കുന്നത് സപ്പോസ് എ ഈസ് നോൺ നെഗറ്റീവ് ആൻഡ് ഇന്നപ്രൊഡക്റ്റ് എ എക്സ് വിത്ത് എക്സ് ഇസ് ഈക്വൽ ടു 0. But a non-negative and it has positive square root, therefore a can be written as root a into root a. That means root a into root a of x with x. But root a is a symmetric operator ആണ്. അപ്പോൾ റൈറ്റിലേക്ക് എടുക്കാം. ഇന്നവിടെ റൂട്ട് എക്സ് വിത്ത് റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ റൂട്ട് എക്സ് വിത്ത് റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0 പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വാല്യൂ 0 ആണ്. അതിനർത്ഥം റൂട്ട് എ എക്സ് ഇസ് ഈക്വൽ ടു 0. റൂട്ട് എ എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ് റൂട്ട് എ ഓഫ് റൂട്ട് എ എക്സ്. റൂട്ട് എ ഓഫ് റൂട്ട് എ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എ ഓഫ് 0. റൂട്ട് എ ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 തന്നെയായിരിക്കും, കാരണം ലീനിയർ ഓപ്പറേറ്റർ ആയതുകൊണ്ട്
therefore ax is equal to 0. ഓക്കെ, റൂട്ട് എൻ റൂട്ട് എയുടെ വാല്യൂ എ ആയതുകൊണ്ടാണ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടിയത്. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് അടുത്ത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് യുണീക്ക്നെസ് ആണ്. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഈക്വൽ ടു എയുടെ റൂട്ടാണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണെന്ന് പറഞ്ഞു. അത് യുണീക്ക് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടി അതിന് രണ്ട് റൂട്ട്സ് ഉണ്ടെന്ന് വിളിച്ചു, x1 എന്നും വിളിച്ചു, എക്സ് എന്നും വിളിച്ചു. എക്സ് ഈസ് എ സൊല്യൂഷൻ ഫോർ എക്സ് സ്ക്വയർ ഈക്വൽ ടു എ ആൻഡ് x1 സ്ക്വയറും എ ആണെന്ന് പറഞ്ഞു. വി നീഡ് ടു പ്രൂവ് എക്സ് ഇസ് ഈക്വൽ ടു x1 ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. നമ്മൾ അതിനെ ആദ്യം പ്രൂവ് ചെയ്യുന്നത് x1 ഈക്വൽ ടു x1 x ആണെന്ന് പറയും. അതായത് ഇവർ രണ്ടുപേരും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്, രണ്ട് സൊല്യൂഷൻസും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യം കൺസിഡർ ചെയ്യണം x1 വിത്ത് എ. അത് തൊട്ട് മുകളിലുള്ള കാര്യം നോട്ട് ചെയ്യാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. x1 വിത്ത് എ ഈക്വൽ ടു എയുടെ വാല്യൂ എന്താ, x1 സ്ക്വയർ ആണ്. അപ്പോൾ x1 ക്യൂബാണ്. ഈ x1 ക്യൂബിനെ x1 സ്ക്വയർ ഇൻറ്റു x1 ക്യൂബാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ x1 സ്ക്വയർ വിത്ത് x1 ക്യൂബ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം, x1 ക്യൂബ് എന്ന് കിട്ടി. ഇതുപോലെ x1 സ്ക്വയർ വിത്ത് എക്സിൻ്റെ വാല്യൂ x1 വിത്ത് എയുടെ വാല്യൂ ആണ് നമുക്ക് x1 ക്യൂബ് കിട്ടിയത്. x1 ക്യൂബിനെ നമുക്ക് കാരണം x1 സ്ക്വയറും x സ്ക്വയറും സെയിം ആണ്. അപ്പോൾ x1 സ്ക്വയർ വിത്ത് x1 എഴുതാം അല്ലേ. x1 ആണ് കേട്ടോ, അവിടെ ഒരു ചെറിയൊരു എററുണ്ട്. x1 സ്ക്വയർ വിത്ത് x1 ആണ്, ഒരു എററാണ്. x1 സ്ക്വയർ വിത്ത് x അല്ല, x1 സ്ക്വയർ വിത്ത് x1 ആണ്. x1 സ്ക്വയർ വിത്ത് x1 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, കാരണം കമ്മ്യൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുന്നത്. x1 സ്ക്വയർ പറഞ്ഞാൽ എ ആണ്, എ വിത്ത് x1. ഫോർ x1 വിത്ത് എ ഈക്വൾ ടു എ എക്സ് വന്നു കഴിഞ്ഞാൽ x1 കമ്മ്യൂട്ട് വിത്ത് എ. നമുക്കറിയാം x1 കമ്മ്യൂട്ട് വിത്ത് എ ആണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് സ്ക്വയർ റൂട്ടും ആയിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നത് തൊട്ട് മുകളിൽ ലെമ്മയിൽ നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. ഓക്കെ, അതായത് 6.3.5 നമ്മൾ ആ കാര്യം പ്രൂവ് ചെയ്തിട്ടുണ്ട്. എ ആരുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നു, അവിടെ പോസിറ്റീവ് സ്ക്വയർ റൂട്ടും കമ്മ്യൂട്ട് ചെയ്യുന്നു. അവിടെ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് നമ്മൾ എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഫോർ എക്സ് വിത്ത് x1ഉം x1 വിത്ത് എക്സും ഈക്വൽ ആണെന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് y ഈക്വൽ ടു എക്സ് മൈനസ് x1 വിത്ത് എക്സ്. y ഒരു പോയിൻ്റാണ്. എക്സ് മൈനസ് x1 എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്, വിത്ത് സ്മോൾ എക്സ് അതും പോയിൻ്റാണ്. അതായത് എക്സ് എന്ന പോയിൻ്റിൻ്റെ ഇമേജാണ് അണ്ടർ ദ ഓപ്പറേറ്റർ എക്സ് മൈനസ് x1. നൗ കൺസിഡർ എക്സ് പ്ലസ് x1 വിത്ത് y. അപ്പോൾ എക്സ് പ്ലസ് x1 എന്ന ഓപ്പറേറ്ററിന് വൈയുടെ ഇമേജ് എന്താ നോക്കാം. ദാറ്റ്സ് ഈക്വൽ ടു എക്സ് പ്ലസ് x1. വൈയുടെ വാല്യൂ തൊട്ട് മുകളിലുണ്ട്, എക്സ് മൈനസ് x1 വിത്ത് എക്സ് ആണ്. അവിടെ ഒരു എററാണ്, y അല്ല, എക്സ് മൈനസ് x1 വിത്ത് എക്സ് എന്ന് എഴുതേണ്ടത്. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് x1ഉം എക്സ് മൈനസ് x1ഉം നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കമ്മ്യൂട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, എ സ്ക്വയർ പ്ലസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എ പ്ലസ് ബി എ മൈനസ് ബി ഈക്വൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എഴുതാനുള്ള കാരണം എ ബിയും ബി എയും സെയിം ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇവിടെ x1 എക്സും x1ഉം ഈക്വൽ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുന്നത്. എക്സ് സ്ക്വയർ മൈനസ് x1 സ്ക്വയർ ഇൻറ്റു ഓഫ് വൈ അല്ല, ആക്ച്വലി ഓഫ് എക്സ് ആണ് അവിടെ. അതൊക്കെ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, എക്സ് സ്ക്വയർ പറഞ്ഞാൽ എ ആണ്, x1 സ്ക്വയറും എ ആണ്. അപ്പോൾ എ മൈനസ് എ ഓഫ് വൈ എന്ന് കിട്ടും. എ മൈനസ് എ എന്ന് പറഞ്ഞാൽ സീറോ ഓപ്പറേറ്ററാണ്. സീറോ ഓഫ് വൈ അല്ല, സോറി, എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ സീറോ ഓപ്പറേറ്റർ എല്ലാ പോയിൻറ്റിനും സീറോയിലേക്ക് കൊണ്ടുപോകും. ഫോർ എക്സ് പ്ലസ് x1 വിത്ത് വൈയുടെ വാല്യൂ 0 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് വാല്യൂ എന്തായിരിക്കും, 0 വിത്ത് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് പ്ലസ് x1 വൈ വിത്ത് വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 വിത്ത് വൈ ആണ്, 0 നമുക്കറിയാം. പക്ഷേ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സ്പ്ലിറ്റ് ചെയ്തുമ്പോൾ എക്സ് വൈ വിത്ത് വൈ പ്ലസ് x1 വൈ വിത്ത് വൈ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, ബട്ട് നോട്ട് ദാറ്റ് എക്സ് ആൻഡ് x1 ആർ നോൺ നെഗറ്റീവ് ഓപ്പറേറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ഇന്നർ പ്രൊഡക്റ്റ് ടേംസും നോൺ നെഗറ്റീവ് ആയിരിക്കും. എക്സ് വൈ വിത്ത് വൈയും x1 വിത്ത് വൈയും നോൺ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ രണ്ട് നോൺ നെഗറ്റീവ് ടേംസ് ആഡ് ചെയ്ത് 0 കിട്ടുകയാണെങ്കിൽ ബോത്ത് ടേംസ് ഷുഡ് ബി 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ ഈക്വൽ ടു 0 ആൻഡ് ഇന്നർ പ്രൊഡക്റ്റ് x1 വൈ വിത്ത് വൈ ഈക്വൽ ടു 0. ഫോർ എക്സ് വൈയുടെ വാല്യൂ 0 ആയിരിക്കും, x1 വൈയുടെ വാല്യൂ 0 ആയിരിക്കും. കാരണം നമുക്ക് ആ കൊറോളറി 6.36 പ്രകാരം അത് രണ്ടും എന്തായിരിക്കും, 0 ആയിപ്പോയി. ഓക്കെ, അപ്പോൾ എക്സ് വൈയുടെ വാല്യൂ നമുക്ക് 0 ആണെന്ന് കിട്ടി. ഫോർ വൈയുടെ വാല്യൂ നമുക്ക് എന്താണെന്ന് ഓൾറെഡി അറിയാം, എക്സ് വിത്ത് എക്സ് മൈനസ് x1 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ മൈനസ് x1 x ഇസ് ഈക്വൽ ടു 0. ഫോർ എക്സ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു x(x1). അപ്പോൾ എക്സ് സ്ക്വയറും x(x1) ഓഫ് എക്സും സെയിം ആണ്. ദിസ് ഇസ് ട്രൂ ഫോർ ഓൾ പോയിൻറ്റ് എക്സ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ടു ഓപ്പറേറ്റേഴ്സ് ആർ സെയിം. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററും എക്സ് ഇൻറ്റു x1 എന്ന് പറയുന്ന ഓപ്പറേറ്ററും ഈക്വൽ ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ രണ്ട് ഈക്വൽ ഓപ്പറേറ്റേഴ്സാണ് കിട്ടി. ഇനി അത് നമ്മളിനി അടുത്ത് പ്രൂവ് ചെയ്ത് എക്സ് ഈസ് ഈക്വൽ ടു x1 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി അതിൻ്റെ നോം കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ നോം ഓഫ് എക്സ് മൈനസ് x1 എക്സ് ദ ഹോൾ സ്ക്വയർ. ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ദി നോം യു ക്യാൻ കൺവേർട്ട് ഇൻ ടു ഇന്നർ പ്രൊഡക്റ്റ് ഫോം. That means inner product of x minus x1 with x minus x1 with x. ഓക്കെ, ഇനി അത് സെൽഫ് അഡ്ജോയിൻ്റ് ആണ്. എക്സ് മൈനസ് x1 സെൽഫ്, കാരണം നോൺ നെഗറ്റീവ് ആണ്.
സെൽഫ് അഡ്ജോയിൻ്റ് ആയിരിക്കും അല്ലേ, സിമെട്രിക് ഓപ്പറേറ്റേഴ്സ് ആയതുകൊണ്ട്. അപ്പോൾ എക്സ് മൈനസ് എക്സ് വൺ ദ ഹോൾ സ്ക്വയർ വിത്ത് എക്സ് എഴുതാം, ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ വിത്ത് എക്സ്. ഓക്കെ, ഇനി എക്സ് മൈനസ് എക്സ് വൺ ദ ഹോൾ സ്ക്വയർ പറയുന്നത് എന്താണ്, എക്സ് സ്ക്വയർ മൈനസ് കമ്മ്യൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് 2x x1 എഴുതിയത്, അല്ലെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റില്ല, പ്ലസ് x1 സ്ക്വയർ വിത്ത് എക്സ്. ഓക്കെ, എക്സ് സ്ക്വയർ വാല്യൂ എ ആണ്, x1ൻ്റെ വാല്യൂ എക്സ് സ്ക്വയർ തന്നെയാണ്, അപ്പോൾ അതും തന്നെയാണ് എ തന്നെയാണ്. അതുപോലെ x1 സ്ക്വയറും എ ആണ്. ദോർഫോർ a മൈനസ് 2a പ്ലസ് എ മൈനസ് 2a പ്ലസ് എ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ 0 വിത്ത് എക്സ് ഇസ് ഈക്വൽ ടു 0, ദോർഫോർ 0. ദോർഫോർ നോൺ വാല്യൂ ഈക്വൽ ടു 0 മീൻസ് ഉള്ളിലുള്ളതും 0 ആയിരിക്കും. ദാറ്റ് മീൻസ് x minus x1 with x is equal to 0 for all x element of h. Therefore ആ ഓപ്പറേറ്റർ തന്നെ 0 ഓപ്പറേറ്റർ ആയിരിക്കും. ദാറ്റ് മീൻസ് x മൈനസ് x1 ഈക്വൽ ടു 0 ഓപ്പറേറ്റർ. ദെർഫോർ x is equal to x1. അപ്പോൾ ഇത് യൂണീക്ക് ആയിരിക്കും. പോസിറ്റീവ് സ്ക്വയർ റൂട്ട് യൂണീക്കാണ് നമ്മൾ പ്രൂവ് ചെയ്ത്. ഇനി കൊറോളറി 6.3.7 പറയുന്നത് ഇഫ് എം ഐ ലെസ് ആർ ഈക്വൾ എ ലെസ് ആർ ഈക്വൾ ടു എം ഐ ആൻഡ് P1 P2 ആർ ടു പോളിനോമിയൽസ് വിച്ച് സാറ്റിസ്ഫൈസ് P1 ഓഫ് എ ടി ലെസ് ആർ ഈക്വൾ ടു P2 ഓഫ് ടി ഫോർ ഓൾ ടി എലമെൻറ്റ് ഓഫ് ക്ലോസ് ഇൻറ്റു എം എം ദെൻ P1 ഓഫ് എ ലെസ് ആർ ഈക്വൾ ടു P2 ഓഫ് എ. ആക്ച്വലി 6.3.3ൽ പി ഓഫ് ടി ഈക്വൽ ടു P2 മൈനസ് P1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് P2 ഓഫ് ടി ഈക്വൽ ടു P2 ഓഫ് ടി മൈനസ് P1 ഓഫ് ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അതിൻ്റെ പ്രൂഫ് അപ്ലൈ ചെയ്താൽ മതി. അവിടെ പിയുടെ വാല്യൂ ഒന്ന് ജസ്റ്റ് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ തീർന്നതിൻ്റെ പ്രൂഫ് എഴുതി പി ഓഫ് ടി ഈക്വൽ ടു P2 ഓഫ് ടി മൈനസ് P1 ഓഫ് ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പി ഓഫ് എ കിട്ടാൻ ഈക്വൽ ടു 0 എന്ന് കിട്ടും. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ P2 ഓഫ് എ മൈനസ് P1 ഓഫ് എ കിട്ടാൻ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് P2 ഓഫ് എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു P1 ഓഫ് എ, ഓർ സിംപ്ലി P1 ഓഫ് എ ലെസ് ആർ ഈക്വൽ ടു P2 ഓഫ് എ. ഓക്കെ, താങ്ക് യു.